ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികൾ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങൾ യഹോവയെ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ആ വാക്യം ഞാൻ വായിച്ചത് എന്ന് ചോദിച്ചാൽ, യെശയ്യാ പ്രവാചകന്റെ ജീവിതത്തിൽ മറക്കാനാവാത്തതായ ഒരു ദിവസമായി ആ ദിവസം മാറി. ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിട്ട് ആ ദിവസം മാറി. ദൈവമക്കളെ, നാം ആത്മീയ ജീവിതത്തിൽ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും മറക്കാനാവാത്ത ദിവസങ്ങളുണ്ടാകും. ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകാനാകാത്തതായ ദിവസങ്ങൾ. നിങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കർത്താവേ, ഇന്നും എനിക്ക് മറക്കാനാവാത്തൊരു ദിവസമായി എൻ്റെ ജീവിതത്തിൽ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് മറക്കാനാവാത്തൊരു ദിവസമായി, അങ്ങനെ ഒരു അനുഭവമായി ഇന്നത്തെ ദിവസം എനിക്ക് മാറ്റിത്തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നാം ഒരു കപ്പിത്താനില്ലാത്ത കപ്പലിലെ യാത്രക്കാരല്ല. നാം ആരും കപ്പിത്താനില്ലാത്തൊരു കപ്പലിലെ യാത്രക്കാരല്ല. നാം കടലും ഓളങ്ങളും തിരമാലകളും എല്ലാമുള്ള ഒരു കടലിലെ യാത്രക്കാർ തന്നെയാണ്. പക്ഷേ നമ്മുടെ കപ്പലിന് ഒരു കപ്പിത്താനുണ്ട്. നാം കർത്താവായ യേശുക്രിസ്തുവാകുന്ന ആ കപ്പിത്താനും ആ ജീവിത പടകിലെ യാത്രക്കാരാണ് നാം. ഉയർത്തെഴുന്നേറ്റവനായ യേശു, മരണത്തെ ജയിച്ചവനായ യേശു, ഇനി മരണമില്ലാത്തവനായ യേശു, ആ യേശു നയിക്കുന്നതായ ഒരു കൂട്ടം ജനമാണ് നാം. ആ യേശുവിനെ പിൻപറ്റുന്ന ഒരു കൂട്ടം ജനമാണ് നാം. ആ യേശുവിനെ ഉറ്റുനോക്കുന്ന ഒരു കൂട്ടം ജനമാണ് നാം. അവനിൽ കൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും ലഭിക്കാനുള്ളൂ എന്ന് അറിയാവുന്ന ജനമാണ് നാം. പ്രിയപ്പെട്ടവരെ, ആ തിരിച്ചറിവാണ്, ആ മർമ്മപ്രധാനമായ അറിവാണ് നമ്മുടെ ബോധത്തിൻ്റെ കാരണം. യേശു യേശു യേശു, അവൻ മാത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ കർത്താവായ യേശുവിലേക്ക്, ആ ക്രിസ്തുവിലേക്ക്, അവൻ്റെ ക്രൂശിലേക്ക്, അവൻ്റെ രക്തത്തിലേക്ക്, അവൻ്റെ നിലവിളിയിലേക്ക് ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു, എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞതായ ആ യേശുവിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കൊണ്ടുവരണം. അവിടെയാണ് നമ്മളിലേക്ക് ജീവൻ വരേണ്ടത്. ജീവൻ പ്രാപിപ്പാൻ എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്ന് കർത്താവായ യേശു പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഏത് പ്രശ്നത്തിനും, നമ്മുടെ ഏത് ബന്ധനത്തിന് പരിഹാരത്തിനും, നമ്മുടെ രോഗത്തിൻ്റെ സൗഖ്യത്തിനും, നമ്മുടെ പരാജയം വിജയമായി മാറുവാനും, നമ്മുടെ നിരാശ സന്തോഷമായി മാറുവാനും, നമ്മുടെ വിലാപം നൃത്തമാക്കി മാറ്റുവാനും കഴിയുന്നവനായ ഒരുവനേ ഉള്ളൂ ജീവൻ പ്രാപിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിലെ ജീവനും ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന കാലത്തും സമാധാനത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ. 2 വഴിയില്ല പ്രിയപ്പെട്ടവരെ, ഒറ്റ വഴിയേ ഉള്ളൂ. അത് ക്രിസ്തുവിൻ്റെ വഴി മാത്രമേ ഉള്ളൂ. ക്രിസ്തുവാകുന്ന വഴി മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ഒരു തലയോട് ബന്ധപ്പെട്ടവരാണ്. ഒരേ ഒരു തലയോട് ബന്ധപ്പെട്ടവരാണ് നാം എല്ലാം. ആ തലയുടെ കാലുകളാണ് നാം, ആ തലയുടെ കൈകളാണ് നാം, ആ തലയുടെ കണ്ണാണ് നാം, ആ തലയുടെ വായാണ് നാം, ആ തലയുടെ നാവാണ് നാം. പ്രിയപ്പെട്ടവരെ, ആ തല ആരാണ്? 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോസ്തലൻ പറയും, ഒരു കാര്യം ഒരു കൂട്ടായ്മക്കാരന് പറയാൻ പറ്റാത്തൊരു കാര്യം എന്താണ്? നമുക്ക് വായിച്ചു കേൾക്കാം. കണ്ണിന് കയ്യോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന്, തലയ്ക്ക് കാലിനോട് നിങ്ങളെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, നാം ഒരു തലയുടെ കൈയാണ്, ഒരു തലയുടെ കാലാണ്. നാം ആരുടെ മുമ്പിലാണ് വന്നിരിക്കുന്നത്? നമ്മുടെ മുമ്പിൽ ആരാണുള്ളത്? നമുക്കവൻ്റെ പേരെന്ന് വായിക്കാം.
നമ്മുടെ മുമ്പിലുള്ളവൻ്റെ പേരെന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 34-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. നമ്മുടെ മുമ്പിലുള്ളവൻ്റെ പേരെന്താണ്? മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ട് വന്നിരിക്കുന്നു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനെന്ന് നിങ്ങൾ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ആരുടെ മുമ്പിലാണ് ഇരിക്കുന്നത്? ചുങ്കക്കാരൻ്റെയും പാപിയുടെയും സ്നേഹിതന്റെ മുമ്പിലാണ് നാം ഇരിക്കുന്നത്. നാം ഒരു മഹാപുരോഹിതന്റെ മുമ്പിലല്ല ഇരിക്കുന്നത്. നാം ഒരു വലിയ മാന്യന്റെ മുൻപിലല്ല വന്നിരിക്കുന്നത്. അന്നത്തെ സമൂഹം അവൻ്റെ ജീവിതഗതികളും അവൻ ഇടപെടുന്ന ആളുകളെയും അവൻ ആരോടെല്ലാം സംസാരിക്കുന്നു, ആർക്കെല്ലാം ഉപകാരം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമൂഹം അവന് കൊടുത്ത പേരാണ്, യേശുവിന് കൊടുത്ത പേരാണ് ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ. പ്രിയപ്പെട്ടവരെ, അവൻ്റെ സ്നേഹിതരായിട്ടാണ് നാം ഇരിക്കുന്നത്. അവൻ്റെ മുമ്പിലാണ് നാം ഇരിക്കുന്നത്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ചുങ്കക്കാരൻ്റെയും പാപികളുടെയും സ്നേഹിതൻ്റെ മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. സമൂഹത്തിൽ മാന്യന്മാരുടെയോ ഉന്നതന്മാരുടെയോ മുമ്പിലല്ല. പ്രിയപ്പെട്ടവരെ, ചില നിക്നെയും വിളിക്കപ്പെടുന്നവർ. ചുങ്കക്കാരുടെ സ്നേഹിതൻ. ചുങ്കക്കാരൻ എന്നുള്ളത് അന്നത്തെ സമൂഹം വിളിക്കുന്ന നിക്നെയുമാണ്. വില കുറഞ്ഞവൻ, വില കുറഞ്ഞവൻ, വില കുറഞ്ഞവൻ, വില കുറഞ്ഞവൻ. പിന്നെയോ നൊട്ടോറിയസ് സിന്നേഴ്സ്, കൊടുംപാപികളുടെ സ്നേഹിതൻ. ചുങ്കക്കാരനും കൊടുംപാപിയുടെയും സ്നേഹിതന് മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഇരിക്കുന്നത് ആരുടെ മുമ്പിലാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവൻ ചുങ്കക്കാരൻ്റെയും പാപിയുടെയും സ്നേഹിതനാണ്. സഹോദര, സമൂഹം നിന്നെ വില കുറഞ്ഞ പേരുകൾ വിളിക്കാറുണ്ടോ? നിന്റെ കുലത്തെ പ്രതി, നിന്റെ തൊഴിലിനെ പ്രതി നിന്നെ വില കുറഞ്ഞ പേരുകൾ അറിയപ്പെടാറുണ്ടോ? സാരമില്ല, എൻ്റെ യേശുവിനെ അങ്ങനെ വിളിച്ചിരുന്നു. ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നവരാണ് നാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവർക്കൊരു ഗുണമുണ്ടായിരുന്നു. അവർ സമൂഹത്തിൽ കുറവുള്ളവരാണ്. ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ ഏത് സഭയിലുള്ളവർക്കും, ഏത് മതത്തിലുള്ളവർക്കും, ഏത് തൊഴിലുള്ളവർക്കും, ദൈവമക്കളെ, ഏത് അവസ്ഥയിൽ ജീവിക്കുന്നവർക്കും ഇവിടെ കടന്നു വരാം. അതാണ് നമ്മളെ ആദ്യം മുതൽ പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ആർക്കും കടന്നു വരാം. ഏത് സമൂഹത്തിൽ ഏത് ഹീന ജോലി ചെയ്യുന്നവനും കടന്നു വരാം. ഒരു വിലയില്ലാത്തവനും കടന്നു വരാം. ഏത് നൊട്ടോറിയസ് നേഴ്സിനും കടന്നു വരാം. ഏത് മഹാഭാവിക്കും കടന്നു വരാം. കാരണം നാം കടന്നു വരുന്നത് മനുഷ്യൻ്റെ മുമ്പിലല്ല, ചുങ്കക്കാരൻ്റെയും പാപിയുടെയും സ്നേഹിതൻ്റെ മുമ്പിലേക്കാണ് നാം വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, എന്നാൽ സമൂഹത്തിന് കാണാൻ കഴിയാത്തതായ ഒന്ന് ആ പാവപ്പെട്ടവരുടെ ഹൃദയത്തിലുണ്ടായിരുന്നു. എന്താണത്? കർത്താവായ യേശുവിനെ ഞാൻ അനുസരിക്കും. കർത്താവായ യേശുവിനെ ഞാൻ അനുസരിക്കും. ഇനി ഞാൻ അനുസരിക്കും. ഇനി ഒന്നുകൂടെ ഉണ്ട്. ഇനി ഞാൻ അവനെ സ്നേഹിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇനി ഞാൻ അവനെ സ്നേഹിക്കും. ഇനി ഞാൻ അവനെ അനുസരിക്കും. ദൈവമക്കളെ, തിരുവചനം കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ ആ തീരുമാനമുണ്ടോ? ഇനി ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കും. അതെൻ്റെ ഹൃദയം പറയുന്ന വാക്കാണ്. ഞാൻ അവനെ സ്നേഹിക്കും. ഐ ലവ് ജീസസ്. യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുന്നു എന്ന് എൻ്റെ നാവുകൊണ്ട് ഞാൻ പറയുമ്പോൾ എൻ്റെ ചെവി കൊണ്ട് എനിക്ക് കേൾക്കാം, മൈ സൺ ഐ ലവ് യു. എൻ്റെ മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ വാ കൊണ്ട് അവനോട് പറയുന്നു, യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ചെവിയിൽ പറയുന്നു, മകനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. ജീവന്റെ വഴി കാണിച്ചു തരുന്നതിന് മുമ്പിലാണ് നാം വന്നിരിക്കുന്നത്. ജീവന്റെ വഴി. 16-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 16-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതിന്റെ കാരണം എന്താണെന്നറിയോ? വലത്ത് ഭാഗത്ത് കർത്താവ് ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്നറിയാവോ? 109-ാം സങ്കീർത്തനം എടുക്കാം. 109-ാമത്തെ സങ്കീർത്തനം 31-ാമത്തെ വാക്യം. അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വലത്ത് ഭാഗത്ത്, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നത് എന്നറിയാവോ?
അവൻ നിങ്ങളുടെ വലത്തുഭാഗത്ത് നിൽക്കുന്ന എന്തിനെന്നറിയാവോ? നിങ്ങളെ ശിക്ഷയ്ക്ക് വിധിക്കുന്ന പിശാചുണ്ട്. മകനെ, നീ ബുദ്ധികെട്ടവനാണ്, നീ കഴിവുകെട്ടവനാണ്, നീ പാപിയാണ്, നീ പാപം ചെയ്തവനാണ്, നിനക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, നിനക്ക് ഉയരാൻ സാധിക്കില്ല, നിനക്ക് വളരാൻ സാധിക്കില്ല. ഇങ്ങനെ എന്നെ ശപിക്കാനും എന്നെ ദുഷിക്കുവാനും എന്നെ മനസ്സിനെ പീഡിപ്പിക്കുവാനും എന്നെ ഇടിച്ചു താഴ്ത്തുവാനും പിശാച് എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പിശാചിനെ താഴ്ത്തുവാനാണ് അവൻ എൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവൻ എന്തിനാണ് വലത്തുഭാഗത്ത് നിൽക്കുന്നത്? എന്നെ ദുഷിക്കുന്ന, എന്നെ ശപിക്കുന്ന, എനിക്ക് ഭാവിയില്ല എന്ന് പറയുന്ന ആ പിശാചിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിപ്പാൻ അവൻ എൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ചേർന്ന് പറയാം. 16-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യം. എന്താണ് ആ വാക്യം? ഞാൻ യഹോവയെ എപ്പോഴും എൻ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ കർത്താവായ യേശുവിനെ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട്, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഒന്നുകൂടി പറയാം. ഞാൻ യഹോവയെ എപ്പോഴും എൻ മുമ്പിൽ വെച്ചിരിക്കുന്നു. എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, കുലുങ്ങാതിരിക്കണമെങ്കിൽ അവൻ വലത്ത് ഭാഗത്തുണ്ടായിരിക്കണം. അവൻ വലത്ത് ഭാഗത്തുണ്ടെങ്കിൽ പിശാചിന് നിന്നെ തൊടാൻ സാധിക്കില്ല, പിശാചിനെ നിന്നെ നീരസപ്പെടുത്താൻ സാധിക്കില്ല, പിശാചിനെ നിന്നെ നിരാശപ്പെടുത്താനും സാധിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിലെ ആനന്ദ അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മളെ നടത്തുകയാണ്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് ആരുടെ പ്രസംഗം കേട്ടാ മാനസാന്തരപ്പെട്ടത്? അപ്പോസ്തലനായ പൗലോസ് ആരുടെ പ്രസംഗം കേട്ടാ മാനസാന്തരപ്പെട്ടത്? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെയും പ്രസംഗം കേട്ടല്ല മാനസാന്തരപ്പെട്ടത്. പിന്നെ എങ്ങനെയാ മാനസാന്തരപ്പെട്ടത്? അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം, 22-ാം അധ്യായം, 26-ാമത്തെ അധ്യായത്തിലും 3 അധ്യായത്തിലും ഒരുപോലെ പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തലൻ മാനസാന്തരപ്പെട്ടത് ഒരു വലിയ ദൈവ തേജസ് അവൻ്റെ മുമ്പിൽ മിന്നിയപ്പോഴാണ്. ഒരു വലിയ ദൈവ തേജസ് അതിനകത്തേക്ക് അവൻ വന്നു. ദൈവമക്കളെ, ആ ദൈവ തേജസ് വരണം. ആ തേജസ്സിൽ വന്നാൽ മാത്രമേ മാനസാന്തരം നടക്കുകയുള്ളൂ. വചനം കേട്ടതുകൊണ്ട് മാത്രമല്ല മാനസാന്തരം. അവനൊരു വലിയ ദൈവ തേജസ്സിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ മാനസാന്തരപ്പെടാതെ പോയത്? എന്തുകൊണ്ടാണ് ആ കർത്താവായ യേശു ജീവിച്ച കാലത്ത് അപ്പോസ്തലൻ മാനസാന്തരപ്പെടാതെ പോയതിൻ്റെ കാരണം എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ വാക്യം വായിക്കാം. തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ബഹുമാനം കൊതിക്കുന്ന നിനക്ക് എങ്ങനെ ദൈവത്തിന്റെ ബഹുമാനം കിട്ടും? അതിന് 41-ാമത്തെ വാക്യം പറയും, യേശുക്രിസ്തു ആരുടെയും ബഹുമാനം വാങ്ങുന്നവനല്ല. അവൻ മനുഷ്യന്റെ ബഹുമാനം വാങ്ങുന്നവനല്ല. പ്രിയപ്പെട്ടവരെ, തമ്മിൽ മനുഷ്യന്റെ ബഹുമാനം പ്രതീക്ഷിക്കുന്ന നിനക്ക് ദൈവത്തിന്റെ വഴിയിലേക്ക് പോകാൻ പറ്റില്ല. ദൈവത്തിന്റെ ആത്മാവിന് കീഴ്പ്പെട്ടു പോകാൻ പറ്റില്ല. മനുഷ്യമാനം പ്രതീക്ഷിക്കുന്ന നിനക്ക് ദൈവത്തിന്റെ മാനത്തിന് വിലയുണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, നാം മനുഷ്യന്റെ മാനം പ്രതീക്ഷിക്കുന്നവരാകരുത്. മനുഷ്യൻ നമ്മളെക്കുറിച്ച് നല്ലത് പറയണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത്. മനുഷ്യൻ നമ്മളെക്കുറിച്ച് പൊക്കി പറയണമെന്നോ ഉയർത്തി പറയണമെന്നോ ഒരിക്കലും ആഗ്രഹിക്കരുത്. ദൈവത്തിൻ്റെ വചനം പറയും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം നോക്കാം. അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കാം. 5-ാം വാക്യം ഞാൻ പറയാം. കാലാളുകളോട് ഓടിയിട്ട് നീ തളർന്നു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ നീ മത്സരിച്ചോടും? സമാധാന ദേശത്ത് നീ തളർന്നു പോയാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അടുത്ത വാക്യം വായിക്കുമ്പോൾ അത് മനസ്സിലാകും. 12-16 വായിക്കാം. യിരെമ്യാ പ്രവചനം. നിന്റെ സഹോദരന്മാരും പിതൃഭവനവും നിന്നോട് നിന്നോട് ദ്രോഹം ചെയ്തിരിക്കുന്നു. നിന്നോട് ദ്രോഹം ചെയ്യുകയും അവരും കൂടെ നിന്റെ പിന്നാലെ ആർപ്പ് വിളിക്കുന്നു. അവരും നിന്നെ കളിയാക്കുമ്പോൾ, അതാണ് യോർദാന്റെ വൻകാട്. നിരാശപ്പെടുത്തുന്ന വാക്കുകൾ, ഇടിച്ചു താഴ്ത്തുന്ന വാക്കുകൾ, ശാപവാക്കുകൾ, ഇതെല്ലാം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിരാശപ്പെട്ടു പോകരുത്. അത് വീട്ടിൽ കേട്ടാലും സമൂഹത്തിൽ കേട്ടാലും കൂട്ടായ്മയെ കേട്ടാലും നാം പ്രവർത്തിക്കുന്ന എവിടെ, നിങ്ങൾ ഓഫീസിലാണോ അവിടെ കേട്ടാലും പഠിക്കുന്ന സ്ഥലത്ത് കേട്ടാലും പഠിക്കുന്ന കുട്ടി കേട്ടാലും നിരാശപ്പെടരുത്. ഇടിച്ചു താഴ്ത്തുന്ന വാക്കുകൾ കേട്ട് നിങ്ങളാരും നിരാശപ്പെടരുത്. അടുത്ത വാക്യം വായിച്ചോ, 6-ാം അധ്യായത്തിന്റെ. അവർ നിന്നോട് ചക്രവാക്ക് പറഞ്ഞാലും അവരെ വിശ്വസിക്കരുത്. ഇന്ന് ഇടിച്ചു താഴ്ത്തുന്ന വാക്കിന് പകരം, ഇന്ന് നിങ്ങളെ ദുഷിക്കുന്ന വാക്കിന് പകരം, താഴ്ത്തി കളയുന്ന വാക്കിന് പകരം നിങ്ങളെ ഉയർത്തി പറയുന്ന, പൊക്കി പറയുന്ന ചക്രവാക്ക് പറഞ്ഞാലും അവരെ വിശ്വസിക്കരുത്.
മനുഷ്യൻ്റെ മാനം അന്വേഷിക്കരുത്. ഇന്ന് നിന്നെ ഇടിച്ചു താഴ്ത്തി പറഞ്ഞാലും, നീ ജയിക്കില്ല, നിന് ഗുണമില്ല എന്ന് പറഞ്ഞാലും, അല്ല നിന്നെ പൊക്കി പറഞ്ഞാലും, ദൈവമക്കളെ, നിങ്ങൾ അവരുടെ വാക്ക് വിശ്വസിക്കരുത്. മനുഷ്യൻ്റെ വാക്കിന് അത്രയേ വിലയുള്ളൂ. മൂക്കിൽ ജീവശ്വാസമുള്ളവനെ മാനിക്കാനോ അത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ 2 ശമൂവേൽ 16-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. അവിടെ എന്താണ് ദാവീദ് പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ദാവീദ് പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ആ പാഠം: അതിന് രാജാവ്, സെരൂയയുടെ പുത്രന്മാരെ, എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത്? അവൻ ശപിക്കട്ടെ, അവൻ ശപിക്കട്ടെ, ശപിക്കുന്നവൻ ശപിക്കട്ടെ. കാരണം എന്താ? ദാവീദിനെ ശപിക്ക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ദാവീദിനെ ശപിക്കുക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള സമയങ്ങളുണ്ട് ജീവിതത്തിൽ, അങ്ങനെയുള്ള നാളുകളുണ്ട്. നമ്മളെ ശപിക്കാൻ ദൈവം അനുവദിക്കും. മറ്റുള്ളവരെ നമ്മളെ താഴ്ത്തിക്കെട്ടാനും വില കുറച്ച് കാണാനും നമ്മുടെ കുറ്റം പറയാനും ദൈവം അനുവദിക്കുന്ന കാലങ്ങളുണ്ട്. അവൻ ശപിക്കട്ടെ. ദാവീദ് പറയുന്നു, ശപിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മുഖസ്തുതി പറഞ്ഞാലും താഴ്ത്തിക്കെട്ടിയാലും കുലുങ്ങരുത്. മനുഷ്യന്റെ മാനം അന്വേഷിക്കരുത്. അപ്പോസ്തലനായ പൗലോസ്, ശൗല് മനുഷ്യന്റെ മാനം അന്വേഷിച്ച് നടന്ന കാലത്ത് ക്രിസ്തുവിനെ കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിന്റെ തേജസ് അവന്റെ മേൽ വെട്ടിമിന്നി. നാം വായിച്ചു യെശയ്യാ പ്രവാചകൻ അവന് മാനസാന്തരപ്പെടുന്നത് എങ്ങനെയാ? യെശയ്യാ പ്രവാചകൻ ആ ദേവാലയത്തിലേക്ക് ചെന്നു. അവിടെ ആരാധന നടത്താൻ പുരോഹിതനുണ്ടായിരുന്നില്ല. നാം വായിക്കുന്ന അവിടെ ആ ദേവാലയത്തിൽ നിന്ന് ആരാധന നടത്താൻ പുരോഹിതനുണ്ടായിരുന്നില്ല, പ്രസംഗിക്കാൻ പ്രാസംഗികനും ഉണ്ടായിരുന്നില്ല. പിന്നെ ആരാ ഉണ്ടായിരുന്നത്? ആ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ ഹോളിൽ എന്താ ഉള്ളത്? ഇവിടെ പ്രസംഗിക്കുന്നവരും നിങ്ങൾ കണക്കാക്കണ്ട. ഈ പ്രസംഗിക്കുന്നവരൊന്നും ഒന്നുമല്ല, പ്രസംഗിക്കുന്നവരെ അല്ല കണക്കാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഏതെങ്കിലും ഉന്നത വ്യക്തികളുണ്ടോ എന്നല്ല നോക്കേണ്ടത്. യെശയ്യാ പ്രവാചകൻ കടന്നു ദേവാലയത്തിൽ, ആ ദേവാലയത്തിൽ ഒരു പുരോഹിതനും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കാൻ ഒരു പ്രാസംഗികനും ഉണ്ടായിരുന്നില്ല. പിന്നെ ആരുണ്ടായിരുന്നു അവിടെ? യഹോവയുടെ തേജസ് ഉണ്ടായിരുന്നു. ദൈവമക്കളെ, നിങ്ങൾ ഹൃദയപൂർവ്വം നിങ്ങളെല്ലാവരും ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചേ, കർത്താവേ, നിന്റെ ആ തേജസ് ഒന്ന് ഇവിടെ തരണമേ എന്ന്. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലനെ മാനസാന്തരപ്പെടുത്തിയ ആ ദൈവ തേജസ്, മനുഷ്യന്റെ മഹത്വം അന്വേഷിക്കാതെ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാൻ തക്കവണ്ണം, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടു എന്ന് പറയാൻ തക്കവണ്ണമുള്ളതായ ആ ഹൃദയം മാറ്റിക്കൊടുക്കുന്നതായ ആ തേജസ് ഒന്ന് തരണമേ. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. ആ തേജസ്സിന്റെ ഹൃദയത്തിലേക്ക് തരണമേ, ആ വെളിച്ചമിന്റെ ഹൃദയത്തിലേക്ക് തരണമേ. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ. ഒരു പ്രാസംഗികന്റെ പ്രസംഗം നിങ്ങൾ കൊതിക്കണ്ട. പ്രിയപ്പെട്ടവരെ, പ്രാസംഗികന്മാരുടെ പ്രസംഗമൊക്കെ മാറി നിൽക്കുകയുള്ളൂ. ദൈവത്തിന്റെ തേജസ് അവിടെ വരുമ്പോൾ അവിടെ പ്രാസംഗികന്മാർക്ക് യാതൊരു വിലയുമില്ല. അവിടെ ദൈവ തേജസ്സാണ് ഇവിടെ വെട്ടിമിന്നേണ്ടത്. ആ തേജസ്സിൽ വന്നിരിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ആ തേജസ്സിന് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഈ പ്രാർത്ഥനാ ഹോള് ഒരു തേജസ്സുള്ള ഹോളാക്കി മാറ്റിത്തരണമേ. ഇന്ന് മറക്കാനാവാത്ത ഒരു ദിവസമാക്കി മാറ്റിത്തരണമേ. ഇന്ന് അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റിത്തരണമേ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരത്ഭുതം ഇന്ന് നടക്കണമേ എന്ന് ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് മറക്കാനാവാത്ത ഒരു അനുഭവത്തിലേക്ക് എന്നെ നടത്തണമേ എന്ന് സഹോദരങ്ങളെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നാം ഇവിടെ വായിക്കുന്നു, നാം വായിച്ച വേദഭാഗത്ത് നാം വായിക്കുന്നു, യെശയ്യാ പ്രവാചകൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ 3 കാര്യങ്ങൾ അങ്ങ് നിറഞ്ഞു. 3 കാര്യങ്ങൾ അവിടെ നിറഞ്ഞു. ഒന്ന്, സിംഹാസനത്തിലിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ആ വസ്ത്രത്തിൻ്റെ വിളുമ്പ് അവിടെ അങ്ങ് നിറഞ്ഞു. ആ വസ്ത്രത്തിൻ്റെ വിളുമ്പ് അവിടെ അങ്ങ് നിറഞ്ഞു. രണ്ടാമത് നാം വായിക്കുന്നു, പരിശുദ്ധൻ 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 എന്ന് പറയുന്നതായ ആ തട്ടഹസിക്കുന്നതായ ആ പരിശുദ്ധിയുടെ ആത്മാവ് ഘോഷിക്കുന്നതായ സ്ഥലത്ത് ദൈവത്തിൻ്റെ മഹത്വം ആ ദേവാലയത്തിൽ നിറഞ്ഞു. മൂന്നാമത് നാം വായിക്കുന്നു, ആ ദേവാലയം പുക കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനും കൊതിയോടെ നിൽക്കുന്നത്. ഇതുപോലെ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്കൊന്നും എനിക്ക് കൽപ്പില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വേദപുസ്തകം എഴുതി വെച്ചേക്കണതല്ല, വായിച്ചു പോകാവുന്നതല്ലാതെ ആത്മാവിൽ അങ്ങ് വായിക്കുവാനോ ആത്മാവിൽ അങ്ങ് ധ്യാനിക്കുവാനോ അതെല്ലാം ഈ കാലത്തൊരു അനുഭവമാക്കി തരണമേ എന്ന് കൊതിയോടെ പ്രാർത്ഥിക്കുവാനോ അതൊക്കെ ഉള്ളതായ ഒന്നും എൻ്റെ ഉള്ളിലില്ലല്ലോ കർത്താവേ. ഹല്ലേലൂയ. അന്ന് പ്രവാചകന്മാർ അനുഭവിച്ചത്, അന്ന് ഭാഗ്യവാനായ പൗലോസ് അനുഭവിച്ചതായ ആ തേജസ്സൊന്നും കാണുവാനുള്ളതായ ആ കൽപ്പൊന്നും എനിക്കില്ലല്ലോ.
മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിട്ട് അതിനെക്കുറിച്ച് ഒരു പ്രശംസയുടെ വാക്കും പറയാതെ ഹല്ലേലൂയ എൻ്റെ ബലഹീനതകൾ ഞാൻ പ്രശംസിക്കുന്നു പറയുന്നതായ ആ എളിമ എൻ്റെ ഉള്ളിൽ ഇല്ലല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്ക് എളിമയുണ്ടോ? നിങ്ങൾക്ക് താഴ്മയുണ്ടോ? എൻ്റെ മഹത്വം പൊക്കി പറയാതെ എൻ്റെ എളിമയെക്കുറിച്ച് പറയാൻ നിങ്ങൾക്കുണ്ടോ? പ്രിയപ്പെട്ടവരെ, എനിക്ക് യാതൊരു മഹത്വമില്ല, ഞാൻ മൂന്നാം സ്വർഗത്തോളം കണ്ടവനാണെന്ന് പറയാൻ പൗലോസിനില്ല. ഞാനോ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദേവാലയത്തിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ദേവാലയത്തിൽ വിളുമ്പുണ്ടായിരുന്നു, വസ്ത്രത്തിൻ്റെ വിളുമ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, എന്തിനെന്നറിയാവോ? ആ രക്തസ്രവക്കാരി ഓടി വന്നു. രക്തസ്രവക്കാരി ഓടി വന്നു. ആ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊടണം. എൻ്റെ കർത്താവായ യേശുവിൻ്റെ ആ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊട്ടാൽ മതി അവൾക്കത് മതി. ഹല്ലേലൂയ. അതിനാണ് അവൾ ഓടി വന്നത്. അവൾക്ക് വേറെ ഒന്നും പറയണ്ട, നീണ്ട പ്രാർത്ഥനയ്ക്കൊന്നും വിഷയമില്ല. ആ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊട്ടാൽ മതി. ഹല്ലേലൂയ. രോഗസൗഖ്യം ആരെങ്കിലും ആവശ്യമുള്ളവരുണ്ടോ? ഹല്ലേലൂയ. എല്ലായിടത്തും നിറഞ്ഞിരിക്കുകയാണ്. ആർക്കെല്ലാം ആവശ്യമുണ്ട് കർത്താവേ? എൻ്റെ ആത്മാവിൻ്റെ ജീവൻ ചോർന്നു പോകുന്നല്ലോ, എൻ്റെ ചൈതന്യം കുറഞ്ഞു പോകുന്നല്ലോ, എൻ്റെ സമാധാനം കുറഞ്ഞു പോകുന്നല്ലോ, എൻ്റെ വിശ്വാസം കുറഞ്ഞു പോകുന്നല്ലോ, എൻ്റെ സമാധാനം കെട്ടുപോകുന്നല്ലോ, എൻ്റെ സമ്പത്ത് അസ്തമിച്ചു പോകുന്നല്ലോ, എൻ്റെ നിറവ് അസ്തമിച്ചു പോകുന്നല്ലോ. ഹല്ലേലൂയ. ദൈവമക്കളെ, രക്തവാർച്ചയുള്ളവർക്ക് ആ രോഗം മാറാൻ വേണ്ടി ആ വസ്ത്രത്തിന്റെ വിളുമ്പ് അവിടെ നിറഞ്ഞിരിക്കുകയാണ്. ആർക്കെല്ലാം ആവശ്യമുണ്ട്? ആവശ്യക്കാർക്ക് തൊടാം, ആത്മാവിൽ തൊടാം, അതിവിടെ നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആരെല്ലാം സൗഖ്യം പ്രാപിക്കുന്നുണ്ട്? മനോരോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ആവശ്യമെങ്കിൽ മരുന്ന് കഴിക്കട്ടെ. അത് ഏത് രോഗമാണ് പ്രിയപ്പെട്ടവരെ? നിങ്ങൾക്ക് രോഗത്തെക്കുറിച്ച് ബോധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസത്തോടെ തന്നെ സ്പർശിക്കാം, വിശ്വാസത്തോടെ സ്പർശിക്കാം. കർത്താവ് പറഞ്ഞു, തൊട്ടവളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന്. തൊട്ടവളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, മോളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വസ്ത്രത്തെ തൊട്ടത് കൊണ്ടല്ല, നീ വിശ്വസിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരെല്ലാം വിശ്വസിക്കുന്നുണ്ട്? ഞാൻ യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടു, കർത്താവ് എന്നെ തൊട്ടു, അവൻ എന്നെ തൊട്ടു, ഞാൻ യേശുവിനെ തൊട്ടു. എത്ര കുഞ്ഞുങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? എത്ര കുഞ്ഞുങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? യേശു എന്നെ തൊട്ടു, അവൻ എന്നെ തൊട്ടു, ഞാൻ അവനെ തൊട്ടു. ഹല്ലേലൂയ. മകനെ, നിന്റെ ഭാവി മാറും, നിന്റെ ഹൃദയം മാറും, നിന്റെ കാഴ്ചപ്പാട് മാറും, നിന്റെ മനോഭാവം മാറും, നിന്റെ നിരാശ മാറും, നിന്റെ രോഗം മാറും, നിന്റെ പരാജയം മാറും. നിന്റെ ജീവിതത്തിലേക്ക് അത്യുഗ്ര വെളിച്ചം കടന്നു വരും. സമാധാനത്തിൻ്റെ ദൈവം നിന്നെ സന്ദർശിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, വസ്ത്രത്തിൻ്റെ വിളുമ്പ് അവിടെ നിറഞ്ഞിരിക്കുന്നു. രണ്ടാമത് നിറഞ്ഞിരിക്കുന്നു എന്താണ്? സ്തുതി. പരിശുദ്ധൻ 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 എന്നുള്ളതായ ആ തട്ടകാസത്തിൽ ദൈവത്തിൻ്റെ മഹത്വം അവിടെ നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആർക്കെല്ലാം ഇപ്പോൾ പാപത്തെ ഉപേക്ഷിക്കാൻ മനസ്സുണ്ട്, വിശുദ്ധനാകാൻ താല്പര്യമുണ്ട്, പാപത്തോടെ യാത്ര പറയാൻ ആർക്കെല്ലാം താല്പര്യമുണ്ട്? സാധു സുന്ദർ സിംഗ് പറയും, കോബ്ര ഈസ് എ കോബ്ര, ഹൗ മെനി ടൈംസ് he has shed his skin. എന്ന് വെച്ചാൽ മൂർഖൻ പാമ്പ് എത്ര പ്രാവശ്യം പടം പൊഴിഞ്ഞാലും മൂർഖൻ പാമ്പ് തന്നെയാണ്. പടം പൊഴിഞ്ഞതുകൊണ്ട് മൂർഖൻ പാമ്പ് അല്ലാതാവില്ല. മൂർഖൻ പാമ്പ് അല്ലാതാകണമെങ്കിൽ അതിൻ്റെ വിഷപ്പല്ല് പോകണം. സഹോദര, വിശുദ്ധനാകണമെങ്കിൽ നിന്റെ ഹൃദയം മാറണം. പുറമേയുള്ള പരിശോധന ഏതുമില്ല, നിന്റെ ഹൃദയത്തിന് പരിശോധന വേണം. ഇന്ന് ആർക്കെല്ലാം പാപത്തെ ഉപേക്ഷിക്കാൻ മനസ്സുണ്ട്, മദ്യപാനം ഉപേക്ഷിക്കാൻ മനസ്സുണ്ട്? പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഞാൻ വിശുദ്ധനാകും, ഞാൻ വിശുദ്ധനാകും, ഞാൻ വിശുദ്ധനാകും, എനിക്ക് വിശുദ്ധനാകണം, ഞാൻ വിശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു, എനിക്ക് പാപം വേണ്ട എന്ന് പറയാനുള്ളതായ ആ ശക്തി ആർക്കെല്ലാം ഉണ്ട്? എനിക്ക് പാപം വേണ്ട, എനിക്ക് അശുദ്ധി വേണ്ട, എനിക്ക് പ്രതികാരം വേണ്ട, എനിക്ക് വൈരാഗ്യം വേണ്ട, എനിക്ക് ശാഠ്യം വേണ്ട, എനിക്ക് എൻ്റെ ഇഷ്ടം നടക്കണ്ട എന്ന് പറയാൻ ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധിയുടെ വിളുമ്പ് നിറഞ്ഞിരിക്കുകയാണ്. ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? ഇന്ന് പാപത്തെ ഉപേക്ഷിക്കാൻ ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? അവർക്ക് വേണ്ടി ഇതാ പരിശുദ്ധി വന്ന് നിറഞ്ഞിരിക്കുകയാണ്, പരിശുദ്ധി വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, മൂന്നാമതാ പുക നിറഞ്ഞിരിക്കുന്നു. പുക. എന്താണ് പുകയുടെ കാരണം? അകത്ത് തീ വന്നു എന്നാണ് എൻ്റെ അർത്ഥം. തീ വന്നതുകൊണ്ടാണ് പുക വന്നത്. യെശയ്യാ പ്രവാചകന്റെ ഉള്ളിൽ തീ വന്നു, അതുകൊണ്ട് ഇതാ പുക പുറത്തേക്ക് വന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ആരുടെ എല്ലാം ഉള്ളിൽ പുക വരുന്നുണ്ട്. പാപം കത്തിപ്പോകുന്ന പുകയാണത്. പാപം കത്തിപ്പോകുകയാണ്, വൈരാഗ്യം കത്തിപ്പോകുകയാണ്, വെറുപ്പ് കത്തിപ്പോകുകയാണ്, നീരസം കത്തിപ്പോകുകയാണ്, ശാഠ്യം കത്തിപ്പോകുകയാണ്, പാരമ്പര്യ രോഗങ്ങൾ കത്തിപ്പോകുകയാണ്, പരമ്പരാഗതമായ വൈരാഗ്യങ്ങൾ കത്തിപ്പോകുകയാണ്, കുലംകുലമായുള്ള പാപങ്ങൾ കത്തിപ്പോകുകയാണ്. പാപം കത്തുമ്പോൾ പുക വരും. പ്രിയപ്പെട്ടവരെ, ആലയം പുക കൊണ്ട് നിറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന മനുഷ്യരുടെ എൻ്റെ ഹൃദയത്തിൽ നിന്ന്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് പുക വരേണ്ടത്. പാപം കത്തിപ്പോകുമ്പോൾ പുക വരും. പ്രിയപ്പെട്ടവരെ, ആ പുകയുടെ ആത്മാവാണ്, ആ പുകയാണ് പറയുന്നത്, പാപം കത്തിപ്പോട്ടെ, പാപം കത്തിപ്പോട്ടെ. ഹല്ലേലൂയ. ക്ഷമിച്ചു കൊടുക്കുക സഹോദര, പാപം കത്തിപ്പോട്ടെ. ഉറപ്പേറിയ തീരുമാനങ്ങൾ എടുക്കുക. ഹല്ലേലൂയ. ദൈവമക്കളെ,
നന്ദിയോടെ എൻ്റെ ദൈവത്തിന് സ്തോത്രം. കാരണം യെശയ്യാ പ്രവാചകന് ഒരു ദാഹമുള്ള കണ്ണുണ്ടായിരുന്നു, ഒരു ദാഹമുള്ള കണ്ണ്. എന്താണ് ദാഹം? കർത്താവേ, എനിക്ക് ഇച്ചിരി മങ്ങലൊക്കെ ഉണ്ട്, എൻ്റെ ശോഭയൊക്കെ വിട്ടുപോയി, ഞാൻ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു പോയി, ഞാൻ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ചു പോയി, ഞാൻ മറ്റുള്ളവരെ വലിയ പാവമൊന്നും ചെയ്തില്ല, പക്ഷേ ഞാൻ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു പോയി, ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ഇടിച്ചു താഴ്ത്തി സംസാരിച്ചു പോയി. കർത്താവേ, എനിക്കൊരു മോചനം വേണമല്ലോ, എനിക്കൊരു ക്ഷമ വേണമല്ലോ. ഹല്ലേലൂയ. ദൈവമക്കളെ, ആർക്കെല്ലാം ഉയരാൻ ആഗ്രഹമുണ്ട് അവർക്കെല്ലാം തകരാൻ ആഗ്രഹമുണ്ടാകും. ആർക്കെല്ലാം മുകളിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് അവർക്കെല്ലാം കാൽക്കിലേക്ക് വീഴാനും ആഗ്രഹമുണ്ടാകും. ആർക്കെല്ലാം സ്വർഗത്തോളം ഉയരാൻ ആഗ്രഹമുണ്ട് അവർക്കെല്ലാം ഭൂമിയോളം താഴാനും മനസ്സുണ്ടാകും. ആർക്കെല്ലാം സ്വർഗത്തിലെത്താൻ ആഗ്രഹമുണ്ട് അവർക്ക് താഴാനും മനസ്സുണ്ടാകും. ഹല്ലേലൂയ. ദൈവമക്കളെ, അങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ദൈവമേ, എനിക്കിങ്ങനെ പ്രസംഗിച്ച് നടന്നാൽ പോരല്ലോ, എനിക്ക് സ്വർഗത്തിൽ പോകണമല്ലോ, എനിക്ക് പ്രസംഗിച്ച് നടന്നാൽ പോരല്ലോ. അതാണ് എൻ്റെയും ആഗ്രഹം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് പ്രസംഗിച്ച് നടന്നാൽ പോരാ, പാട്ടുപാടി നടന്നാൽ പോരാ, എനിക്ക് കൺവെൻഷൻ ക്രമീകരിച്ച് നടന്നാൽ പോരാ, എനിക്ക് സ്വർഗത്തിൽ പോകണം. അതിനുള്ള വിശുദ്ധിയില്ല, അതിനുള്ള വിശുദ്ധിയില്ല, അതിനുള്ള വിശുദ്ധിയില്ല. എനിക്ക് അശുദ്ധി നിറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ കൊതിയോടൊന്ന് പ്രാർത്ഥിക്കാവോ, ദാഹത്തോടൊന്ന് പ്രാർത്ഥിക്കാവോ? കർത്താവേ, ഇതെല്ലാം ഒന്ന് മാറ്റിത്തരാവോ, എനിക്ക് താഴാനും എനിക്ക് വിനയപ്പെടാനും ഒരു മനസ്സ് തരാവോ? മനുഷ്യരുടെ മഹത്വം അന്വേഷിച്ച ഭാഗ്യവാനായ പൗലോസ് പിൽക്കാലത്ത് പറയും, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരൻ, ഞാൻ ഇസ്രായേൽ ജാതിക്കാരൻ, പരീശന്മാരെ ജനിച്ച പരീശൻ, ഇതെല്ലാം ഞാൻ എറിഞ്ഞു കളഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ, ആർക്കെല്ലാം പദവികൾ എറിഞ്ഞു കളയാൻ താല്പര്യമുണ്ട്, സ്ഥാനമാനങ്ങൾ എറിഞ്ഞു കളയാൻ താല്പര്യമുണ്ട്, സ്വന്തം മഹത്വം എറിഞ്ഞു കളയാൻ ആർക്കെല്ലാം താല്പര്യമുണ്ട്, അവർക്കാണ് ഉയർച്ച, അവരെയാണ് കർത്താവ് സന്ദർശിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നന്ദിയോടെ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദേവാലയത്തിൽ തേജസ് വന്ന് നിറഞ്ഞു. എന്തിനാണ് തേജസ് എന്നറിയാവോ? അകത്തെ വിഷം പുറത്തു പോകാൻ, അകത്തെ വിഷം പുറത്തു പോകാൻ. ദൈവമക്കളെ, വിഷം കഴിച്ചിട്ട് പെരയ്ക്കാത്തിരുന്ന വിഷം പുറത്തു പോകുമോ? വിഷം കഴിച്ചിട്ട് പെരയ്ക്കകത്ത് കയറിയിരുന്നാൽ വിഷം പുറത്തു പോവില്ല. ശരീരത്തിൽ വിഷമാണെങ്കിൽ ചിലപ്പോൾ ഛർദ്ദിച്ചു പോയേക്കാം, പക്ഷേ ആത്മാവിലെ വിഷം അങ്ങനെ പോവില്ല. ആത്മാവിൽ വിഷം കയറിയവരിവിടെയുണ്ട്, ആത്മാവിൽ വിഷം കയറിയവരിവിടെയുണ്ട്. അതാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്. ആത്മാവിൽ വിഷം കയറി, അത് പറയുന്നു. അതിനെന്ത് ചെയ്യണം? ഏറ്റുപറയണം, ഏറ്റുപറയണം. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകൻ ഏറ്റുപറയുന്നു. ദൈവമക്കളെ, ആത്മാവിലെ വിഷം പോകണമെങ്കിൽ ഏറ്റുപറയണം. ആർക്കെല്ലാം മനസ്സുണ്ട്? ഇത്രയും തേജസ്സുള്ള ഈ സ്ഥലത്ത് വന്നിരുന്നു കൊണ്ട് ആത്മാവിലൊരു വിഷം മാറി ഒന്ന് എഴുന്നേറ്റ് പോകാൻ ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? പ്രിയപ്പെട്ടവരെ, എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. ആകെ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിത്യനായ ദൈവം ഉണ്ടായിരുന്നു, പ്രവാചകനായ യെശയ്യാ ഉണ്ടായിരുന്നു, പിന്നെ മാലാഖമാർ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നുയർന്ന് എനിക്ക് മഹത്വം വേണ്ട, എനിക്ക് മഹത്വം വേണ്ട, എനിക്ക് മഹത്വം വേണ്ട എന്ന് പറയുന്നതായ കുറച്ച് മാലാഖമാരും കുറച്ച് ദൈവമക്കളും പിന്നെ ദൈവവും പിന്നെ ഒരു ആവശ്യക്കാരനും അവിടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ. ദൈവമക്കളെ, അവിടെ ഒരു ആവശ്യക്കാരനുണ്ടായിരുന്നു. അവിടെ ചില മഹത്വം വേണ്ട എന്ന് പറയുന്നതായ താഴ്മയുള്ള ചില മാലാഖമാര്, അവരെ ഞാൻ ദൈവമക്കളെന്ന് വിളിക്കട്ടെ, എനിക്ക് മഹത്വം വേണ്ട, എനിക്ക് പുകഴ്ച വേണ്ട, എനിക്ക് താഴ്ന്നിരുന്നാ മതി എന്ന് പറയുന്നതായ ചില ദൈവമക്കളും പിന്നെ ഒരു ആവശ്യക്കാരനും ഉണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ തേജസ് അവിടെ കടന്നു വരും. ഹല്ലേലൂയ. ദൈവത്തിലെ നിന്റെ മേലെ തേജസ് ഇറങ്ങാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? പച്ചവെള്ളം എങ്ങനെ വീഞ്ഞായി നീ ചോദിച്ചാൽ വിരുന്നുവാഴിക്ക് അറിയില്ല, ആ പച്ചവെള്ളത്തോട് ചോദിച്ചാൽ അറിയാം. ഒരു കാര്യം നടന്നു, ഞങ്ങൾ യേശുവിന്റെ മുമ്പിൽ എത്തി. ഹല്ലേലൂയ. അത് മാത്രമേ ഞങ്ങൾക്കറിയാവുള്ളൂ. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ യേശു മുമ്പിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. വാരി കൊടുത്തോളാൻ പറഞ്ഞു. രുചികരമായി മാറി. ഹല്ലേലൂയ. ദൈവമക്കളെ, കണ്ണു തുറന്നൊന്ന് നോക്ക് മക്കളെ, കണ്ണു തുറന്നൊന്ന് നോക്ക്. രുചി മാറ്റുന്നവരുടെ വന്നിട്ടുണ്ട്, രോഗം മാറ്റുന്നവൻ വന്നിട്ടുണ്ട്, സ്ഥിതി മാറ്റുന്നവൻ വന്നിട്ടുണ്ട്. ഒന്ന് കണ്ണു തുറന്നുള്ളവനെ ഒന്ന് കാണ്. അവനെ ഒന്ന് കണ്ടാൽ പച്ചവെള്ളത്തിന് പോലും പറയാൻ പറ്റും, ഞാനൊന്നും ചെയ്തില്ല, ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ഒരുവന്റെ മുമ്പിലെത്തി, അവൻ എന്നെ ഒന്ന് നോക്കി, അപ്പോൾ ഞാൻ രുചിയുള്ളതായി തീർന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, ആർക്കെല്ലാം അനുഭവമുണ്ട്? ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ അവൻ്റെ മുമ്പിലെത്തി. ഹല്ലേലൂയ. ദൈവമക്കളെ, അന്ന് അത് യെശയ്യാ പ്രവാചകൻ ഇറങ്ങിപ്പോകുമ്പോൾ അവനൊരു വാക്യം മാത്രമേ പറയാനായിട്ടുള്ളൂ. നന്ദിയോടെ സ്തോത്രം. ഞാൻ പഴയ യെശയ്യാവല്ല. ഹല്ലേലൂയ. ഞാൻ പഴയ യെശയ്യാവല്ല, ഞാൻ പഴയ യെശയ്യാവല്ല. ഹല്ലേലൂയ. ആർക്കെല്ലാം കരങ്ങളുയർത്തി പറയാൻ ആഗ്രഹമുണ്ട്? ഞാൻ പഴയ യെശയ്യാവല്ല. ഹല്ലേലൂയ. അത് മാത്രമേ പ്രവാചകന് പറയാനായിട്ടുള്ളൂ. ഞാൻ പഴയ യെശയ്യാവല്ല. ഹല്ലേലൂയ. ഇത്രയും കാലം വചനം പറഞ്ഞ യെശയ്യാവല്ല ഞാൻ. നിങ്ങളുടെ മുമ്പിൽ മാന്യനായി നടന്ന യെശയ്യാവല്ല ഞാൻ. നിങ്ങളുടെ മുമ്പിൽ വില കൊഴിയുടെ
നടന്നവനായ യെശയ്യാവല്ല ഞാൻ ആള് മാറി, എൻ്റെ ഹൃദയം മാറി, എൻ്റെ സ്തുതി മാറി. ഞാൻ പഴയ യെശയ്യാവല്ല. ഹല്ലേലൂയ. അതേ മക്കളെ, നിങ്ങൾ കരങ്ങൾ ഉയർത്തിയോ? ഉണ്ടെങ്കിൽ ഒരു കൂടെ അവസരം തരികയാണ്. ഞാൻ ആള് മാറി. ഞാൻ പഴയ മനുഷ്യനല്ല, ഞാൻ പഴയ സൃഷ്ടിയല്ല, ഞാൻ പഴയ പ്രകൃതമല്ല, പഴയ ഭർത്താവല്ല, പഴയ ഭാവിയല്ല. എന്നെ കർത്താവ് തൊട്ടു. ഞാൻ തേജസ്സിൻ്റെ മുമ്പിലെത്തി. ആ തേജസ് വെട്ടി വിളങ്ങുകയാണ്. കരുണയുടെ ദൈവമേ, കാരുണ്യവാനേ, തേജസ്സേറിയ കർത്താവേ, ഹല്ലേലൂയ. ഈ ആലയം നിറഞ്ഞിരിക്കട്ടെ. ആലയം പുക കൊണ്ട് നിറയട്ടെ. ആലയം പരിശുദ്ധി കൊണ്ട് നിറയട്ടെ. ആലയം വിളുമ്പിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പ് കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ തലമേലാണ് പ്രാവ് എന്നിറങ്ങുന്നത്. നിങ്ങളുടെ മേലാണ് ആത്മാവ് വ്യാപരിക്കുന്നത്. നിങ്ങൾ സുവിശേഷകരാകും. നിങ്ങൾ ഉയർന്നു വരും. നിങ്ങൾ വളർന്നു വരും. നിങ്ങൾ പരീക്ഷകൾ ജയിക്കും. നിങ്ങൾ വൻകാര്യങ്ങൾ ചെയ്യും. ജീവനുള്ള ദൈവത്തിന് വേണ്ടി വൻകാര്യം ചെയ്യാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ.